അവൻ വളരെ നല്ലവനാ പപ്പ. തീർച്ചയായും പപ്പയ്ക്ക് ഇഷ്ടപ്പെടും. പ്രോബ്ലം എന്താന്ന് വെച്ചാ നിന്റെയോ അവന്റെയോ അല്ല, നിന്റെ വയസ്സിന്റെയാണ്. കറക്റ്റ്. നിന്റെ പ്രായത്തിലെല്ലാം നന്നായി തോന്നും. വാട്ട് യു മീൻ ഡാഡ്? മീനും കോഴിയൊന്നും അല്ല, പ്രായം ശരിയല്ലെന്നാ പറഞ്ഞു. പ്രേമിച്ചു കഴിഞ്ഞാൽ കാമുകന്മാരുടെ തീരുമാനം ശരിയായിരിക്കാം, പക്ഷെ കല്യാണത്തിന് മുതിർന്നവരുടെ തീരുമാനമാണ് ശരിയാവുക. ഗുഡ് കോട്ട് ഡാഡ്. ഇപ്പൊ തന്നെ പോസ്റ്റ് ചെയ്യാം. സോ പപ്പ മോഹനെ മീറ്റ് ചെയ്യാൻ പോവാ അല്ലേ? അടുത്ത ആഴ്ച നല്ലൊരു ദിവസമുണ്ട്, അപ്പൊ കൂട്ടിക്കൊണ്ടുവാ. ഞാൻ അമ്പലത്തിൽ പൂജ കഴിച്ച് പായസവും കഴിപ്പിക്കാം. ബട്ട് ടിൽ ദെൻ നോ ഹെഡേക്ക്, ഓക്കെ? നട്ടലിന് ഡാമേജ് ഉള്ളതുകൊണ്ട് പൃഥ്വിരാജിനി നടക്കാൻ സാധ്യത കുറവാണ്. പിന്നെ കിഡ്നിയുടെ ലിവറിനെ കാര്യം എടുക്കുകയാണെങ്കിൽ അത് വീണ്ടും വീണ്ടും ഇൻഫെക്ഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടീഷൻ ഇംപ്രൂവ് ആവാൻ വേണ്ടി വി ആർ ട്രൈങ് അവർ ലെവൽ ബെസ്റ്റ്. എന്താ മോനെ, നല്ല വേദനയുണ്ടോ? ഈ വേദന എനിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ എൻ്റെ കൺമുന്നിൽ വെച്ച് എൻ്റെ അച്ഛനും അമ്മയും മരിച്ചത് മാത്രം മോനെ രാജു, നിന്റെ അച്ഛനെയും അമ്മയെയും തിരികെ തരാൻ എനിക്ക് കഴിയില്ല. പക്ഷേ അവരുടെ മരണത്തിന് കാരണക്കാരായവർക്ക് തീർച്ചയായും ഞാൻ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കും. പൃഥ്വിരാജ്, പൃഥ്വിരാജ്, പൃഥ്വിരാജ്. ശരത്, ശരത്, ശരത്. മെഡിക്കൽ എമർജൻസി കാരണം എൻ്റെ കക്ഷിക്ക് എത്താൻ കഴിയില്ല യുവർ ഓർഡർ. അയാളുടെ അച്ഛൻ ഐസിയുവിലാണ്. ഇതാ അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് റിപ്പോർട്ട്. ഈ കേസിന്റെ വിചാരണ ഇതേ മാസം 31-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് വാട്ട് ക്രാപ്പ് ഈസ് ദിസ്? പണത്തിന് വേണ്ടിയല്ല, ജനങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങളുടെ അച്ഛൻ എന്താണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളും അത് തന്നെ പറയണം. ഇവിടെയുള്ള എല്ലാവരുടെ ആവശ്യവും ഒന്നാണ്, പണം. മനസ്സിലായില്ല. കഴിഞ്ഞ 5 വർഷം കൊണ്ട് നമ്മുടെ കക്ഷി ഉണ്ടാക്കിയ പണം ഞാൻ ഒരേ ഒരു വർഷം കൊണ്ട് നേടിത്തരാം. നിങ്ങളുടെ സ്വത്തെല്ലാം ട്രിപ്പിൾ ആക്കി തരാം. സെലക്ട് മീ. ഹലോ, എങ്ങനെയുണ്ട് സർപ്രൈസ്? സോറി, ഇതിനു വേണ്ടി എനിക്ക് നിങ്ങളുടെ വീടിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കീ ഉണ്ടാക്കേണ്ടി വന്നു. ബോക്സ് ഓപ്പൺ ചെയ്താൽ ബൂം, ബോംബ് ബ്ലാസ്റ്റ് ആകും. ഇനി ഓപ്പൺ ചെയ്തില്ലെങ്കിൽ ഒരു 5 നിമിഷത്തിനകം അത് തനിയെ ബ്ലാസ്റ്റ് ആകും. താങ്ക് യു
സോ മച്ച്. എന്താ ലോയർ പാർവതി മാഡം ഭയന്നോ? ഭയം എനിക്കോ നിനക്കോ? കൊടുത്തയച്ച പണം കണ്ടാൽ അറിയാം ആരാണ് ഭയപ്പെട്ടിരിക്കുന്നതെന്ന്. നിന്റെ ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചാലും കിട്ടാത്ത അത്ര പണമുണ്ട്. എടുത്തോ. ആക്സിഡന്റിൽ ചത്തവർ മുഴുവൻ ആർക്കും വേണ്ടാത്തവരാ. ചത്തവർക്ക് വേണ്ടി ടൈം വേസ്റ്റ് ചെയ്യുന്നത് ജീവിച്ചിരിക്കുന്നവരുടെ ലക്ഷ്യമല്ല. നിന്റെ കയ്യിൽ ഐ വിറ്റ്നസ് ഉണ്ടായിരിക്കും. എൻ്റെ കയ്യിൽ നിയമത്തെ വിലയ്ക്ക് വാങ്ങാൻ പണമുണ്ട്. നിനക്ക് മുട്ടി നിൽക്കാൻ കഴിയില്ല. പിന്നെന്തിനാ നിങ്ങൾ എന്നെ ഭയക്കുന്നത്? നോക്ക്, നമ്മൾ തമ്മിലൊരു ഏറ്റുമുട്ടൽ വേണ്ട. ഭാഗ്യലക്ഷ്മി നിന്റെ വാതിലിൽ തട്ടിയിരിക്കുകയാണ്. നീ ഈ കേസിൽ നിന്ന് പിന്മാറിയാൽ ഭാഗ്യലക്ഷ്മി നിന്റെ വീട്ടിൽ വന്നുകൊണ്ടേയിരിക്കും. അരമണിക്കൂറിനുള്ളിൽ നിന്റെ ഈ പണം തിരിച്ചു കൊണ്ടുപോയില്ലെങ്കിൽ നിന്റെ വീട്ടിലേക്ക് ഇൻകം ടാക്സ് ലക്ഷ്മിയെയും ആന്റി കറപ്ഷൻ ലക്ഷ്മിയെയും ഞാൻ അയക്കും. അവര് നിന്റെ സ്വർണ്ണ ചെയിൻ അഴിച്ച് ഇരുമ്പ് ചങ്ങല അണിയിക്കും. സ്വർണം കൊടുത്തിട്ട് ഇരുമ്പ് വാങ്ങാൻ നീ തയ്യാറായിരുന്നു. Hey dad, look at him. സാർ, ശരത് മോൻ വളരെ ജോളി മൂഡിലാണെന്ന് തോന്നുന്നല്ലോ. മോഹൻ പ്ലീസ്, നമുക്ക് ഇവിടുന്ന് പോവാൻ വാ. ഒരു പെപ്സി കൊണ്ടുവരാൻ എത്ര നേരോടാ? നേരെ നോക്കി ഒഴിക്കടാ. കൃത്യമായിട്ട് ഒഴിക്കുകയാണെന്ന് നിനക്കറിയില്ലേടാ. ഹോട്ടൽ തൊഴിലാളിയോട് നിനക്കെന്താ പുച്ഛം? ഇരിക്കുന്ന സ്ഥലത്ത് തണുപ്പുള്ളതും ചൂടുള്ളതും ഭക്ഷണം കൊണ്ട് തരുന്നുണ്ടോ? ചോദിച്ചതെല്ലാം ഫ്രീ ആയി സപ്ലൈ ചെയ്യുന്നില്ലേ? അതുകൊണ്ടോ? ഓസിന് നക്കുന്ന നിനക്ക് ഇനി എന്ത് സേവനം ചെയ്യണ്ടേ? അവന്റെ കരണക്കുറ്റി നോക്കി ഒരെണ്ണം പറ്റിച്ചു കൊടുക്ക. അവനോടുള്ള നിന്റെ ദേഷ്യം കൺട്രോൾ ചെയ്ത് വെക്കാതെ അടിച്ചു തീർക്ക. നീ റൈറ്റ് ആണ്, അവൻ റോങ്ങും ആണ്. അടിക്കണവനെ. പോലീസുകാരന്റെ ദേഹത്ത് കൈവയ്ക്കുന്നോടാ പട്ടി. യൂണിഫോം ഉണ്ടെങ്കിലും പോലീസ് ഒരു സാധാരണക്കാരനാ. ഓരോ ജനവും യൂണിഫോം ഇല്ലാത്ത ഒരു പോലീസുകാരനാ. യൂണിഫോമിൽ കുടിച്ചിരിക്കുന്ന നീ ജനവുമല്ല പോലീസുകാരനുമല്ല. പെറ്റമ്മയെ തെറി വിളിച്ച ഒന്ന് കുഴിച്ചു മൂടും നിന്നെ. ഇവനിങ്ങനെ ആളുകളുമായിട്ട് വഴക്കിടുന്നത് ഇത് ആദ്യമായിട്ടൊന്നും അല്ല ഡാഡ്. ഇവനെ നമുക്ക് വേണോ ഈ വീട്ടില്? അത് ശരിയാ, ഈ വീട്ടിൽ ഫൈറ്റർ വേണ്ട അല്ലേ മുതലാളി? പപ്പ, ആ സമയത്ത് അവിടെ ആരാണെങ്കിലും അതുപോലെ ദേഷ്യപ്പെട്ടു പോവും. അവനും അത് തന്നെ ചെയ്തുള്ളൂ. ഇതും ശരിയാ. ദേഷ്യം എല്ലാവർക്കും വരും എന്ന് വെച്ച് ഇങ്ങനെയാണോ ബിഹേവ് ചെയ്യേണ്ടത്? മനുഷ്യനായാൽ മാനേഴ്സ് വേണം. മുതലാളി, യു ആർ ഓൾവേസ് കറക്റ്റ്. പപ്പ,
ഞാൻ അവനെ ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ അവനെ നേരെയാക്കാം. ഇങ്ങനെ ഒരുത്തനെ നേർവഴി കൊണ്ടുവരുന്നത് സാധ്യമല്ല. ബെറ്റർ എന്താന്നോ, നിന്റെ ചോയ്സിനെ പറ്റി നീ ഒന്നുകൂടി ആലോചിക്കുന്നതാ. യെസ് ഡാഡ്, ഹീസ് എ ഡെക്ക്. കണ്ണില് പൊടി പോയാ കണ്ണെടുത്ത് കളയുന്നത് ശരിയാണോ പപ്പ? ഇതും കറക്റ്റാ. ഒരേ ഒരു ചാൻസ് തരൂ പപ്പ, പ്ലീസ്. ശ്രീനാഥേ, ഇവള് നിന്റെ മോളല്ലേടാ? സത്യ, ഇതും കറക്റ്റാ. Shut up. കോപം പാപം, കോപം പാപം. എന്തിന് കോപം? കോപം വിട്ടവൻ നാട്ടിനെ നല്ലവൻ. ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് ഒരേ ഒരു വിദ്യയാണ്. അത് താഴ്ത്തുന്നതാണ്. പ്ലീസ്. കോപത്തെ താഴ്ത്തുന്നതാണെന്ന്. ബിൻ ലാദന് കോപം വന്നു, അയാൾക്ക് അത് താത്താൻ കഴിഞ്ഞില്ല. അമേരിക്കയിലെ ട്വിൻ ടവറിനെ തകർത്ത് തവിടുപൊടിയാക്കി കളഞ്ഞു. തെരുവു നായ്ക്കൾക്ക് കോപം വരും, അവർക്കത് കുറയ്ക്കാൻ അറിയില്ല. സിനിമ നടിയെ കാടിച്ചു കീറി കളഞ്ഞില്ലേ? നിങ്ങൾ പറയുന്നത് നുണയാണ്. മദ്യവും കോപവും ഒഴിവാക്കാനേ കഴിയില്ല. കഴിയും, തീർച്ചയായും കഴിയും. ഇല്ല, ഒരു ടെസ്റ്റ് വയ്ക്ക്, എന്റെ ദേഷ്യം ഇല്ലാതാക്ക്. അതല്ലെങ്കിൽ ഞാൻ നിന്നെ ഇവിടെ വെച്ച് തീർത്തളയും. പ്ലീസ് കം ഓൺ സ്റ്റേജ്. വരൂ. നിങ്ങൾക്ക് എന്റെ മേൽ ദേഷ്യമുണ്ടോ? അതെ. വലിയ ദേഷ്യമാണോ? അതെ. ഭയങ്കര ദേഷ്യം? അതിഭയങ്കര ദേഷ്യമാണോ? ഇങ്ങനെ ദേഷ്യം വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ഇതെടുത്ത് ഇവിടെ വയ്ക്കണം. See? സംസാരിക്കാൻ വായ ഫ്രീ അല്ല, അടിക്കാൻ കൈ ഫ്രീ അല്ല. സോ ദേഷ്യം ഈസ് കൺട്രോൾഡ്. അമ്മേ, ഹാൻസം, പ്ലീസ് കം ഓൺ ടു ദി സ്റ്റേജ്. സംശയിക്കണ്ട, വരൂ. നിങ്ങൾക്ക് എന്തിനാ ദേഷ്യം കുറയ്ക്കേണ്ടത്? നിങ്ങളുടെ ജോലിക്കാര്യത്തിനോ അതോ കല്യാണ കാര്യത്തിനോ? എന്റെ സരസ്വതിക്ക് വേണ്ടി. പ്രേമത്തിന് വേണ്ടി. വെരി ഗുഡ്. സരസ്വതി, യു ആർ ലക്കി സ്വതി.